ഹലോ, ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദമായ സ്വാഗതം. ഒരു ഹോണ്ട യൂണിക്കോണിൻ്റെ ഗിയർ വീലുകൾ ഇൻപുട്ട് ഷാഫ്റ്റിലും ഔട്ട്പുട്ട് ഷാഫ്റ്റിലും എങ്ങനെ അസംബിൾ ചെയ്യാമെന്നുള്ള വീഡിയോയാണ് ടെക്നോ ടിപ്സ് ഓറിയയിൽ നിന്ന്. വണ്ടിയുടെ ക്രാങ്ക് കേസിലെ ഗിയർ ബോക്സിനുള്ളിലെ ഇൻഡിവിജ്വൽ കമ്പോണൻറ്റുകളാണ് ഇവയെല്ലാം. 2 ഷാഫ്റ്റുകളാണ് ഗിയർ ബോക്സിനുള്ളിൽ വരുന്നത്. ഇതാണ് സ്പ്രോക്കറ്റ് ഷാഫ്റ്റ് അഥവാ ഔട്ട്പുട്ട് ഷാഫ്റ്റ്. ഈ ഭാഗത്താണ് ചെയിൻ സ്പ്രോക്കറ്റ് കിറ്റിലെ ചെറിയ സ്പ്രോക്കറ്റ് നമ്മൾ ഇടാറുള്ളത്. ആക്സിലിൽ ഫ്രീ ആയി കറങ്ങുന്ന ഈ ഗിയർ വീൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഈ കാണുന്ന സർക്കിൾ ക്ലിപ്പ് ഉപയോഗിച്ചാണ്. സർക്കിൾ പ്ലെയർ ഉപയോഗിച്ച് ഈ സർക്കിൾ ക്ലിപ്പ് ഊരി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഗിയർ വീൽ ഊരിയെടുക്കാവുന്നതാണ്. ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ മുകളിൽ കാണുന്ന ഈ ഭാഗത്തുള്ള മില്ലിങ്ങിനെ അപേക്ഷിച്ച് താഴെ വരുന്ന ഈ മില്ലിങ്ങിന് വലിപ്പം കൂടുതലുണ്ട്. അതായത് ഈ ഭാഗത്തുള്ള മില്ലിങ്ങിന് ഡയമീറ്റർ കുറവും ഈ ഭാഗത്ത് വരുന്ന മില്ലിങ്ങിന് ഡയമീറ്റർ കൂടുതലുമാണ്. ഡയമീറ്റർ കൂടിയ ഭാഗത്തുള്ള മില്ലിങ്ങിലേക്കാണ് ഈ ഗിയർ വീൽ നമുക്ക് ഇടേണ്ടത്. ഗിയർ വീലിൻ്റെ ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വേണം ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്ക് ഗിയർ വീൽ ഇടേണ്ടത്. അതിനുശേഷം ഒരു വാഷറും മെറ്റൽ ബുഷും ഉണ്ടാവും. മെറ്റൽ ബുഷിൽ ഒരു ഹോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്പ്രോക്കറ്റ് ഷാഫ്റ്റിലും ഒരു ഹോളുണ്ട്. ഗിയർ വീൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബുഷിൻ്റെ ഹോൾ പൊസിഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ആവുന്നതാണ്. ഇനി ഇടാനുള്ളത് ഈ ഗിയർ വീലാണ്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഈ ഗിയർ വീലിൻ്റെ ഈ ഭാഗത്ത് ഒരല്പം കുഴി പോലെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓപ്പോസിറ്റ് ഭാഗം ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. ഫ്ലാറ്റായിട്ടുള്ള ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വേണം ഗിയർ വീൽ ഇടേണ്ടത്. ഇനിയൊരു വാഷർ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്തെ അസംബ്ലിംഗ് പൂർണ്ണമായി. ഇനി ചെയ്യാനുള്ളത് ഓപ്പോസിറ്റ് ഭാഗത്ത്, അതായത് ഈ ഭാഗത്താണ്. ആദ്യം കണ്ടതുപോലെ ഈ ഭാഗത്തൊരു സർക്കിൾ ക്ലിപ്പുണ്ട്. ഇവിടെ നമുക്ക് വാഷർ വരുന്നില്ല. ഇനി ഇടാനുള്ളത് ഈ ഗിയർ വീലാണ്. ഈ ഗിയർ വീലിൻ്റെ ഈ ഭാഗത്ത് 6 പ്രൊജക്ഷനുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഷേപ്പ് ഏകദേശം സ്ക്വയറാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്ന 6 പ്രൊജക്ഷനുകൾക്ക് ഏകദേശം ഒരു സർക്കുലർ ഷേപ്പാണ്. ഏകദേശം സ്ക്വയർ ഷേപ്പുള്ള പ്രൊജക്ഷനുള്ള ഈ ഭാഗം താഴെ വരുന്ന രീതിയിലാണ് നമുക്ക് ഗിയർ വീൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇനിയുള്ളത് വാഷറും മുൻപ് ഇട്ടതുപോലെയുള്ള ഹോളുള്ള ഒരു മെറ്റൽ ബുഷുമാണ്. ഒരല്പം മുമ്പ് നമ്മൾ കണ്ടതുപോലെ ഈ ബുഷിന് മുകളിലാണ് അടുത്ത ഗിയർ വീൽ വരുന്നത്. ഗിയർ വീൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഹോളുകൾ എപ്പോഴും കോയിൻസൈഡ് ചെയ്തിരിക്കുന്നതല്ല. ഇനി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഈ ഗിയർ വീലിൻ്റെ ഒരു ഭാഗം മുൻപ് സൂചിപ്പിച്ചതുപോലെ ഉള്ളിലേക്ക് കുഴിഞ്ഞു നിൽക്കുന്നതും ഓപ്പോസിറ്റ് ഭാഗം ഫ്ലാറ്റുമാണ്. കുഴിഞ്ഞു നിൽക്കുന്ന ഈ ഭാഗം താഴെ വരുന്ന രീതിയിൽ, അതായത് ഫ്ലാറ്റായിട്ടിരിക്കുന്ന ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെയാണ് ഗിയർ വീൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഒരു മെറ്റൽ വാഷർ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഷാഫ്റ്റ് അഥവാ സ്പ്രോക്കറ്റ് ഷാഫ്റ്റിലെ ഗിയർ വീൽ അസംബ്ലിംഗ് പൂർണ്ണമായി. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഇതിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും, അതായത് 2 ഭാഗത്തും വാഷർ വരുന്നുണ്ടെന്നുള്ള കാര്യമാണ്. ഇനിയുള്ള ഈ ഷാഫ്റ്റിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ക്ലച്ച് ഡിസ്ക്, ക്ലച്ച് ബെല്ല് എന്നിവ വരുന്നത്. ഇതിൻ്റെ ഇരുവശങ്ങളിൽ നമുക്ക് ക്ലച്ച് ഡിസ്കിലേക്കുള്ള ഓയിൽ സർക്കുലേഷൻ ഹോളുകളെല്ലാം കാണാവുന്നതാണ്. ഒരു സർക്ലിപ്പ് ഉപയോഗിച്ച് ഈ കാണുന്ന ഗിയർ സെറ്റുകളെല്ലാം തന്നെ ലോക്ക്ഡ് അവസ്ഥയിലാണ്. ഒരു സർക്ലിപ്പ് പ്ലെയർ ഉപയോഗിച്ച് ഈ സർക്ലിപ്പുകൾ നമുക്ക് ഊരി മാറ്റിക്കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഗിയറുകളായി ഡിസസംബിൾ ചെയ്യാവുന്നതാണ്. ഇനി ഇടാനുള്ള വാഷറിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ മില്ലിങ് ഉണ്ടായിരിക്കും. സർക്ലിപ്പിൻ്റെ മുകളിലേക്ക് ഈ വാഷർ നമുക്ക് ഇതുപോലെ ഇൻസർട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഇടാനുള്ള മെറ്റൽ ബുഷ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെയും ഉൾഭാഗത്ത് മില്ലിംഗ് ഉണ്ട്. ഈ കാണുന്ന ഹോളും ആക്സിലിൽ വരുന്ന ഹോളും ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ തന്നെ വേണം നമുക്ക് ഈ ബുഷ് ഇട്ട് കൊടുക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഓയിൽ ഒഴുകാനുള്ള പാത്ത് ബ്ലോക്കായി പോകുന്നതാണ്. അതുകൊണ്ട് ആക്സിലിലെ ഹോളും ബുഷിലെ ഹോളും ഇതുപോലെ തന്നെ കോയിൻസൈഡ് ചെയ്ത് ഇരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇനി ഇടാനുള്ള ഗിയർ വീലിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ കട്ടിംഗ് ഉള്ളതും മറുഭാഗത്ത് ഫ്ലാറ്റ് ആയിട്ടുള്ളതുമാണ്. കട്ടിങ് വരുന്ന ഈ ഭാഗം താഴെ വരുന്ന രീതിയിൽ വേണം നമുക്ക് ഗിയർ വീൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്.
ഇനി നമുക്കിടാനുള്ളത് ഈ ഗിയറാണ്. ഈ 2 ഗിയർ വീലുകളുടെ ഇടയിൽ വാഷർ ഇല്ലാത്തതുകൊണ്ട് ഒരല്പം ഒരഞ്ഞ് സീറ്റിംഗ് ആയ അവസ്ഥയിലാണ്. ഈ ഭാഗം ഒരല്പം തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം ഉൾഭാഗത്ത് വരുന്ന രീതിയിൽ തന്നെ വേണം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം സൗണ്ട് ഉണ്ടാവാൻ സാധ്യത വളരെ ഏറെയാണ്. ഇനി നമുക്ക് ഈ കാണുന്ന വാഷർ കൂടെ ഇട്ട് കൊടുക്കാം. അതോടുകൂടി ക്ലച്ച് ഷാഫ്റ്റിലെ ഗിയർ അസംബ്ലിങ്ങും കംപ്ലീറ്റ് ആയി. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഈ ഭാഗത്ത് വാഷറില്ല, ഓപ്പോസിറ്റ് സ്ഥലത്ത്, അതായത് ഇവിടെ വാഷറുണ്ട്. അതായത് ഒരു ഭാഗത്ത് മാത്രമേ വാഷറുള്ളൂ എന്നുള്ള കാര്യമാണ്. എന്നാൽ ഒരല്പം മുമ്പ് അസംബിൾ ചെയ്ത ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ ഇരുഭാഗത്തും വാഷറുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നിട്ടില്ലെന്ന് കരുതട്ടെ. ഈ 2 ഷാഫ്റ്റുകളും ഇതുപോലെ പിടിച്ചുകൊണ്ടാണ് ഗിയർ ബോക്സിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഗിയർ ബോക്സ് എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുള്ള കാര്യവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്